കണ്ണൂർ ജില്ലയിൽ വാവലിപ്പുഴ എന്ന വാങ്മയി പുഴയുടെ അക്കരയും ഇക്കരയുമായി 2 ക്ഷേത്രങ്ങളുണ്ട്. അക്കര കൊട്ടിയൂർ, ഇക്കര കൊട്ടിയൂർ എന്നീ 2 ക്ഷേത്രങ്ങൾ. അതിൽ ഇക്കര കൊട്ടിയൂർ നാലമ്പലവും ശ്രീകോവിലുമൊക്കെയുള്ള ക്ഷേത്രമാണ്. എന്നാൽ അക്കര കൊട്ടിയൂർ തികച്ചും വ്യത്യസ്തമായ ഒന്നാണ്. സ്വയംഭൂവായ ശിവലിംഗമുള്ള ക്ഷേത്രം. വർഷത്തിൽ വെറും 28 ദിവസം മാത്രം മനുഷ്യർ പൂജ ചെയ്യുന്ന ക്ഷേത്രം. ബാക്കിയുള്ള ദിവസം മുഴുവൻ അഷ്ടബന്ധം വെച്ച് മൂടി മണ്ണിട്ട് ഭൂമിക്കുള്ളിൽ കഴിയുന്ന ശിവലിംഗമാണ് അവിടെ. ഈ ദിവസങ്ങളിൽ ഇവിടെ ദേവപൂജയാണ് എന്നാണ് സങ്കല്പം. കേദാർനാഥ ക്ഷേത്രത്തിലും ഇങ്ങനെയൊരു സങ്കല്പമുണ്ട്. അവിടെ 6 മാസം മനുഷ്യരും ബാക്കി 6 മാസം ദേവതകളുമാണ് പൂജ ചെയ്യുന്നത് എന്നാണ് സങ്കല്പം. ജഗദ്ഗുരു ആദിശങ്കരാചാര്യർ കൊട്ടിയൂരിൽ വന്നപ്പോൾ അക്കര കൊട്ടിയൂരിൽ പോകാൻ തയ്യാറായില്ലത്രേ. അക്കര കൊട്ടിയൂരിലെ കല്ലുകളിലും മരങ്ങളിലും മണ്ണിലുമൊക്കെ ശിവസാന്നിധ്യം കണ്ടതുകൊണ്ട് അദ്ദേഹം അങ്ങോട്ടേക്ക് കാൽ വയ്ക്കാൻ തയ്യാറായില്ല. ചവിട്ടുന്നിടത്തൊക്കെ ശിവലിംഗമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്ന് പറയുമ്പോൾ മനസ്സിലാകും എന്തുമാത്രം പുണ്യസ്ഥലമാണ് അത് എന്ന്. വാങ്മയി പുഴയുടെ ഇക്കര നിന്ന് പെരുമാളെ എന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു ആ മഹാത്മാവ് ചെയ്തത്. പണ്ടുകാലത്ത് കൊട്ടിയൂർ എന്ന പേര് പോലും ഉച്ചരിക്കാറില്ലായിരുന്നു അത്രേ. അത്ര ബഹുമാനത്തോടെ തൊഴാൻ പോവുക എന്ന് മാത്രമാണ് പറഞ്ഞിരുന്നത്. ശിവലിംഗം സ്ഥിതി ചെയ്യുന്ന തറയ്ക്ക് മണിത്തറ എന്നാണ് പറയുക. സതീദേവി ദേഹത്യാഗം ചെയ്തു എന്ന് പറയുന്നിടത്തിന് അമ്മാറക്കൽ തറ എന്നും പറയും. 28 ദിവസത്തെ വിശേഷങ്ങൾക്ക് വേണ്ടി ക്ഷേത്രവും ശ്രീകോവിലും അടിയന്തരക്കാർക്കും മറ്റും താമസിക്കാനുള്ള കയ്യാലകളുമെല്ലാം താൽക്കാലികമായി മാത്രം ഉണ്ടാക്കുന്നതാണ്. സതീദേവിയും പരമേശ്വരനും ദക്ഷയാഗവും ഒക്കെയായുള്ള കഥകൾ ഉണ്ട് എങ്കിലും കൊട്ടിയൂരിലേത് ഓടക്കാട്ടിലച്ഛനും പോർക്കലി ദേവിയുമാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കിഴക്കു പെരുമാൾ, തൃച്ചരക്കുന്നത്ത് പെരുമാൾ എന്നിങ്ങനെയൊക്കെ തെയ്യങ്ങളിലും മറ്റും വാമൊഴിയിൽ വിളിക്കാറുണ്ട് കൊട്ടിയൂർ പെരുമാളിനെ. വടക്കുംകാവിലപ്പൻ, വടക്കീശ്വരൻ എന്നും ചിലയിടത്ത് പറയപ്പെടുന്നു. 5 പെരുമാക്കന്മാരിൽ ഒരാൾ. പയ്യന്നൂർ പെരുമാൾ, തൃച്ചമ്പലത്ത് പെരുമാൾ, കൊട്ടിയൂർ പെരുമാൾ, തിരുവങ്ങാട്ട് പെരുമാൾ, തിരുനെല്ലി പെരുമാൾ എന്നിങ്ങനെയാണ് 5 പെരുമാളന്മാർ. ദക്ഷയാഗ സങ്കല്പങ്ങളൊക്കെ പിന്നീട് വന്നതാകാം ഒരുപക്ഷെ. എന്നാലും അതൊരു യാഗഭൂമി തന്നെയായിരിക്കണം. അഗ്നി മുറിയാതെ നൂറ്റാണ്ടുകൾ യാഗം നടത്തിയ സ്ഥലമാണ് എന്നും പറയുന്നു പഴമക്കാർ. ശ്രീ പോർക്കലി ദേവിയുടെ ആരൂഢസ്ഥാനമാണ് കൊട്ടിയൂരിലേത് എന്നും വിശ്വസിക്കുന്നവരുണ്ട്. തൃച്ചെറുകുന്നത്ത് പെരുമാളും തൃച്ചെറുകുന്നത്ത് ശ്രീപോർക്കലിയും മുമ്പേ എന്ന് കൊട്ടിയൂരിനെ വിശേഷിപ്പിച്ചുകൊണ്ട് തെയ്യങ്ങൾ പറയാറും പാടാറുമുണ്ട്. വാളച്ചന്മാർ കൊണ്ടുവരുന്ന വാളും മുതിരേരിയിലെ വീരഭദ്രസ്വാമിയുടെ വാളും അതിന്റെ പൂജകളുമൊക്കെ കാണുമ്പോൾ കേരളത്തിലെ പരമ്പരാഗത രീതിയിലുള്ള രുചിത് സമ്പ്രദായവുമായി ബന്ധമുള്ളതായും തോന്നും ചിലപ്പോൾ. ഒരിക്കൽ കൃഷി ചെയ്യുന്നതിനിടയിൽ മുതിരേരിയിൽ വെച്ച് ഒരു വാൾ കിട്ടി. എടുക്കാൻ നോക്കിയപ്പോ അത് സ്വയം നീങ്ങി ഇന്നത്തെ ക്ഷേത്രമുള്ളിടത്തേക്ക് പോയി നിന്നു അത്രേ. അവിടെ സതീദേവി സിംഹത്തിന്റെ മുതുകിൽ കയറി പോകുന്നതായി അവിടെയുള്ളവർക്ക് ദർശനവും ഉണ്ടായി. അങ്ങനെയാണ് ആ സ്ഥലത്തിന് മുതിരേരി എന്ന പേര് വന്നത്. ആ മുതിരേരിയിലുള്ള ക്ഷേത്രത്തിൽ നിന്നും ദേവീ ചൈതന്യമുള്ള വീരഭദ്രന്റെ വാൾ എഴുന്നള്ളിക്കുന്നതോടെയാണ് അക്കര കൊട്ടിയൂരിൽ ഉത്സവം ആരംഭിക്കുന്നത്. അപ്പോൾ ഒരു സംശയം വരാം, ദേവിയെയാണോ കൊട്ടിയൂരിൽ ആരാധിക്കുന്നത്? പരമേശ്വരനെ അല്ലേ? കൊട്ടിയൂരിലും മറ്റു കാവുകളിലെ പോലെ തന്നെ പ്രാധാന്യം അമ്മയ്ക്കുമുണ്ട്. ആന എഴുന്നള്ളിപ്പ് നടക്കുമ്പോൾ പോലും മുന്നിൽ നടക്കുന്നത് അമ്മയാണ്. പിന്നിലെ പെരുമാൾ നടക്കുന്നുള്ളൂ. കിഴക്കേതരിക്ക് പള്ളിമാടം കെട്ടി പള്ളി ശ്രീപീഠം അച്ഛനും ശ്രീപോർക്കലിക്കുമിടയ്ക്ക് അടക്കം ചെയ്തു എന്നാണ് ചെമ്പോലകളിൽ പറയുന്നത്. കാലങ്ങളോളം ആരും ശ്രദ്ധിക്കാതെ കിടന്ന ഈ യാഗഭൂമിയെ കണ്ടെത്തിയത് കുറിച്യന്മാരാണ്. ആയുധത്തിന് മൂർച്ച കൂട്ടാൻ കല്ലിൽ അണച്ചപ്പോ ആ കല്ലിൽ നിന്നും രക്തപ്രവാഹം ഉണ്ടായത്രേ. ആദ്യം നെയ്യുകൊണ്ടും പിന്നീട് ഇളനീർ കൊണ്ടും അഭിഷേകം ചെയ്തപ്പോ രക്തപ്രവാഹം നിന്നു. അങ്ങനെയാണ് കൊട്ടിയൂരിൽ നെയ്യാട്ടവും ഇളനീരാട്ടവും ഒക്കെ ഉണ്ടായത്. 32 ജാതിയിൽപ്പെട്ട സ്ഥാനീയരുണ്ട് കൊട്ടിയൂരിൽ. അതിൽ തന്നെ ഓരോ ജാതിക്കും 2 അവകാശികളുമുണ്ട്. 2 തന്ത്രിമാർ, 2 മേൽശാന്തിമാർ, നെയ്യാടാൻ കോലത്തുനാട് നിന്നും കടത്തനാട്ടിൽ നിന്നും അവകാശികൾ. അങ്ങനെ ഓരോ സമുദായവും അവരുടെ ജീവിത രീതിയുമായി ബന്ധപ്പെട്ട ചുമതലകളാണ് വഹിച്ചിരുന്നത്. 1 മാസത്തോളം നീണ്ടു നിൽക്കുന്ന കഠിന വ്രതമെടുത്താണ് സ്ഥാനീയക്കാർ അവരുടെ അവകാശങ്ങൾ നിറവേറ്റുന്നത്. പുറംനാട്ടുകര സ്വരൂപം, അതായത് പാട്രസ്വരൂപം അമ്പത്തരികാതം നാട്ടിൽ 32 കുലങ്ങളാണ് ഉണ്ടായിരുന്നത്. അങ്ങനെയുള്ള 32 കുലങ്ങൾക്കും കൊട്ടിയൂരിൽ അവകാശമുണ്ട്. 32 കുലത്തിന്റെ കുടിയിരിപ്പിനും എന്നാണ് പട്ടോലയിൽ പറയുന്നത്. അങ്ങനെ 32 കുലത്തിൽ നിന്നും 2 വീതം ആൾക്കാർ. അതാണ് 64 എന്ന സംഖ്യയിലെത്തുന്നത്. 32, 64 എന്നതൊക്കെ താന്ത്രികവുമായി ബന്ധപ്പെട്ട സംഖ്യകളാണ്. അങ്ങനെയുള്ള 64 സമുദായക്കാർ സ്ഥാനീയക്കാരായി. അല്ലാതെ മതം അനുസരിച്ചല്ല അവിടുത്തെ അവകാശങ്ങൾ. ഇന്ന്
ചിലർ അവകാശം ഉണ്ടാക്കാൻ പറയുന്നത് പോലെ മതം അനുസരിച്ചുള്ള ഒരവകാശവും കൊട്ടിയൂരിലില്ല തന്നെ. രണ്ടു തരത്തിലുള്ള ബണ്ടുകളാണ് വാവലിപ്പുഴയിൽ കെട്ടുന്നത്. ഒന്ന് പടിഞ്ഞാറു ഭാഗത്തുള്ള ബണ്ട്, ഇതിലൂടെയാണ് ബലിബിംബങ്ങളും വാളുമൊക്കെ കടന്നുപോകുന്നത്. മറ്റൊന്ന് മന്നഞ്ചേരിയിലെ മേൽഭാഗത്തെ ബണ്ട്. താഴെയുള്ള ബണ്ട് മനുഷ്യങ്ങളും മേലെയുള്ള ബണ്ട് ഒറ്റപ്പിലാന്റെ നേതൃത്വത്തിലുമാണ് കെട്ടുന്നത്. ഒറ്റപ്പിലാൻ കുറിച്യനാണ്. മനുഷ്യങ്ങൾ എന്ന് പറഞ്ഞാൽ വാര്യരും നമ്പീശനും ഉൾപ്പെട്ട സമുദായങ്ങൾ. നൂറ്റാണ്ടുകളായിട്ട് ഇങ്ങനെയാണ് നടന്നുവരുന്നത്. നീരെഴുന്നള്ളത്തിന്റെ സമയത്ത് ബണ്ട് കെട്ടിയോ വെള്ളം തിരിച്ചുവിട്ടോ എന്നൊക്കെ ഒറ്റപ്പിലാനോടാണ് സമുദായി ചോദിക്കുന്നത്. അല്ലാതെ മറ്റൊരാൾക്കും അവകാശമുള്ളതായി പട്ടോലകളിൽ പറഞ്ഞിട്ടില്ല. പ്രാക്കുളം, നീരെഴുന്നള്ളത്ത്, വാളെഴുന്നള്ളത്ത്, ഓടയും തീയും എഴുന്നള്ളത്ത്, നെയ്യാട്ടം, ഭണ്ഡാരം എഴുന്നള്ളത്ത്, കുടവരവ്, ഇളനീരാട്ടം, കലംവരവ്, ആലിംഗന പുഷ്പാഞ്ജലി, അങ്ങനെ വിവിധങ്ങളായ വിശേഷങ്ങളായ അനേകം ചടങ്ങുകളുണ്ട് കൊട്ടിയൂരിൽ. എല്ലാം ആത്മീയതയുടെ ഉന്നതമായ ഭാവങ്ങളിൽ നടക്കുന്നവ. ഗൂഢമായ പല ചടങ്ങുകളും കൊട്ടിയൂരിലുണ്ട്. അത്തരം വ്യത്യസ്തമായ ചടങ്ങുകളിൽ ചിലതിൽ നിന്ന് പൊതുജനങ്ങളെയും മറ്റു ചിലതിൽ സ്ത്രീകളെയും ആനകളെയും വരെ മാറ്റി നിർത്തുന്നു. കൊശവ സമുദായത്തിന്റെ കലംവരവ് എന്നത് വളരെ ഭയം ജനിപ്പിക്കുന്ന ഒന്നാണ്. രാത്രിയിലാണ് വരവ്. വിളക്കുകളും വെളിച്ചങ്ങളും ഇല്ലാതെ ആർത്തട്ടഹസിച്ചുകൊണ്ട് നഗ്നരായിട്ടാണ് അവർ കലവുമായി വരുന്നത്. ആ കലം കൊണ്ടാണ് അക്കരെ കൊട്ടിയൂരിലെ ഉത്സവത്തിന് ശേഷം അഷ്ടബന്ധമിട്ട് ശിവലിംഗം മൂടിവെക്കുന്നത്. അടുത്ത വർഷം ഉത്സവത്തിനായി നാളി തുറക്കുന്നതുവരെ. മുൻകാലങ്ങളിൽ ഇളനീരാട്ടത്തിന് വരുമ്പോ കൊടുങ്ങല്ലൂരിലെ പോലെ തന്നെ അശ്ലീലം കലർന്ന പാട്ടുകൾ പാടാറുണ്ടായിരുന്നത്രേ. ഇന്നത്തെ ഭാഷയിൽ അശ്ലീലമായി തോന്നാം എങ്കിലും ഓരോ വാക്കിനും വലിയ അർത്ഥങ്ങളും സങ്കല്പങ്ങളുമാണ് ഉള്ളത് എന്നാണ് അറിവുള്ളവർ പറഞ്ഞു കേട്ടത്. കൊട്ടിയൂരിലെ മറ്റൊരു പ്രത്യേകതയാണ് ഓടപ്പൂവ്. അതിവിശേഷമുള്ളവ. ഓട തല്ലിയുണ്ടാക്കുന്ന ഒരു ഭംഗിയുള്ള വസ്തു. വെളുത്ത മുടി പോലെ തോന്നിക്കുന്നത് കൊണ്ടാകാം അതിന് ഭൃഗുമഹർഷിയുടെ താടിയുമായുള്ള കഥകളുണ്ടായത്. എന്തായാലും ഭൃഗുമഹർഷിയുടെ താടി പറിച്ചെടുത്താണ് ഓടപ്പൂവ് ഉണ്ടാക്കിയത് എന്ന കഥ സന്തോഷമുണ്ടാക്കുന്നതല്ല. അങ്ങനെയൊരു വിശ്വാസം ഹിന്ദു ആചാരങ്ങളിൽ ഉണ്ടാകാനും സാധ്യതയില്ല. കൊട്ടിയൂർ പെരുമാളിനെ ഓടക്കാട്ടിലച്ചൻ എന്നാണ് കുറിച്യർ ഉൾപ്പെടെയുള്ളവർ വിശേഷിപ്പിക്കാറ്. അങ്ങനെ വരുമ്പോ ഓടപ്പൂ തീർച്ചയായും പ്രസാദം തന്നെ. മാത്രമല്ല അതിന് ശിവലിംഗത്തിന്റെ ആകൃതിയുമാണ്. ശിവലിംഗത്തിന്റെ ആകൃതിയിലുള്ള ഓട കൊണ്ടുണ്ടാക്കിയ പൂവ് എന്ന് പറഞ്ഞാൽ ഓടക്കാട്ടിലച്ചന്റെ സങ്കല്പം തന്നെ. ക്ഷേത്ര ചടങ്ങുകൾക്ക് ഓടപ്പൂവുമായി ഒരു ബന്ധവുമില്ല എങ്കിലും പുറമെ കടകളിൽ നിന്നും മാത്രം കിട്ടുന്ന ഓടപ്പൂവ് ഓടക്കാട്ടിലച്ചന്റെ പ്രസാദം തന്നെയായി കാണാനാണ് സാധകർക്കും ഭക്തർക്കും ഇഷ്ടം. 100 കൊല്ലം മുമ്പ് 1921 മലയാള വർഷം 1098 കർക്കിടക മാസം 12-ാം തീയതി തൃക്കലശാട്ട് കഴിഞ്ഞ് 41-ാം നാളിൽ ഒറ്റപ്ലാവ് മലയിൽ വലിയ ഉരുൾപൊട്ടലുണ്ടായി. ആ മണ്ണ് മുഴുവനായും കൊട്ടിയൂർ യാഗഭൂമിയിൽ വന്ന് പതിച്ചു. അക്കരെ കൊട്ടിയൂർ മുഴുവനായും മണ്ണിനടിയിലായി. വലിയ അരയാൽ മരങ്ങൾ പോലും മണ്ണിനടിയിലായിപ്പോയി. അത്ര ഉയരത്തിലാണ് മണ്ണ് വന്ന് വീണത്. ഉച്ചയ്ക്ക് സംഭവിച്ച മണ്ണിടിച്ചിൽ 15 കിലോമീറ്റർ ദൂരത്ത് മണത്തനയിൽ താമസിക്കുന്ന ഊരാളന്മാർ അറിയുന്നത് രാത്രിയായിട്ടാണ്. ഘോരവനം, വാവലിപ്പുഴ പോലും ഗതിമാറി ഒഴുകുന്നു. ഇന്നത്തെ പോലെ റോഡുകളില്ല, യന്ത്രങ്ങളില്ല. 4 മാസത്തോളം ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അത്രേ. പിന്നീട് ഊരാളനായ മണത്തലയുടെ വല്യച്ഛൻ എന്ന് വിളിച്ചിരുന്ന കരിമ്പനക്കൽ ചാത്തോത്ത് ഗോവിന്ദൻ നായരുടെ നേതൃത്വത്തിൽ 6 മാസം നീണ്ട ഭഗീരഥ പ്രയത്നത്തിലൂടെ ഇന്നത്തെ അവസ്ഥയിലേക്ക് തിരുവഞ്ചേരിയെ എത്തിച്ചത്. കാടിന്റെ സ്പന്ദനമറിയുന്ന കുറിച്യരും പണിയരും മുന്നിൽ നിന്ന് വഴികാണിച്ചു കൊടുത്തു. കോലത്ത് നാട്ടിലെയും കടത്തനാട്ടിലെയും ഒരുപാട് ഭക്തർ കൂടെ ചേർന്നു. വലിയ വട്ടളപാത്രങ്ങൾ തോണികളായി. കുറെ മണ്ണ് മാറ്റിയപ്പോൾ യാഗഭൂമിയിലെ അരയാലിന്റെ ഉച്ചിത്തല കാണാൻ പറ്റി. അങ്ങനെ പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോയി. പെട്ടെന്നൊരു ദിവസം ഒറ്റപ്പിലാ മലയിൽ നിന്ന് ഒരു കുറിച്യൻ നെഗൽ കൂടി വെളിച്ചപ്പെട്ട് ഉറഞ്ഞോടി വന്നു. അമ്പുകുത്തി മണിത്തലയുടെ സ്ഥാനം കാണിച്ചു കൊടുത്തു അത്രേ. കൂറ്റൻ കുന്നിന്റെ വലുപ്പത്തിലുള്ള ഒരു പാറയ്ക്കടിയിലായിരുന്നു ആ സ്ഥാനം. വിശ്രമമില്ലാതെ മാസങ്ങൾ നീണ്ട പ്രയത്നത്തിനൊടുവിൽ സ്വയംഭൂശില കണ്ടെത്താനായി. എന്റെ കുട്ടിക്കാലത്തെ നല്ല ഓർമ്മകൾ കൂടിയാണ് കൊട്ടിയൂർ ക്ഷേത്ര ദർശനം. നെയ്യമൃതമഠത്തിലെ പാനകവെള്ളം, അച്ഛന്റെയും അമ്മയുടെയും ഏട്ടന്റെയും അനിയന്റെയും ഒക്കെ കൂടെ കാടിന്റെ ഉള്ളിലൂടെയുള്ള ചെറിയ റോഡിലൂടെയുള്ള യാത്ര, പ്രത്യേകിച്ചും മഴയത്തുള്ള യാത്ര, ഒരു വല്ലാത്ത ഗൃഹാതുരത്വം നൽകുന്ന ഓർമ്മകളാണത്. ചില മരങ്ങളിൽ നിറയെ മിന്നാമിനുങ്ങ് മിന്നി നിൽക്കുന്നത് ദൂരത്തു നിന്ന് തന്നെ കാണാം. ഒരുപാട് കുഞ്ഞരുവികൾ റോഡിന്റെ സൈഡിലൂടെയും റോഡ് മുറിച്ചു കടന്നുമൊക്കെ ഒഴുകുന്നത് കാണുമ്പോൾ തന്നെ അതിന്റെ തണുപ്പ് അനുഭവപ്പെടുന്നത് പോലെ തോന്നും. ദൂരെ തലയുയർത്തി നിൽക്കുന്ന ഹിമവാനെ ഓർമ്മിപ്പിക്കുന്ന പാലുകാച്ചു നീണ്ടു നോക്കി മലനിരകൾ, ബാവലിപ്പുഴയിലെ കുളി,
തിരുവഞ്ചിക്കുളത്ത് വെള്ളത്തിലൂടെ നടന്നുള്ള ക്ഷേത്ര പ്രദക്ഷിണം, പ്രസാദമായി കിട്ടുന്ന നെയ്യ്, സ്ഥാനീയക്കാരുടെ ഇടങ്ങളിൽ നിന്നും കിട്ടുന്ന ചായയും പലഹാരങ്ങളും, തിരിച്ചു വരുമ്പോൾ വാങ്ങിക്കുന്ന ഓടപ്പൂവ്, മലർ, പൊരിയും, എല്ലാത്തിലുമുപരി കോരിച്ചൊരിയുന്ന മഴ, കറുത്തിരുണ്ടു നിൽക്കുന്ന കാലാവസ്ഥ. അങ്ങനെ കുട്ടിക്കാലത്തെ നല്ല കുറെ ഓർമ്മകൾ കൂടിയാണ് എനിക്ക് കൊട്ടിയൂരിലെ പെരുമാളിന്റെ ദർശനം. ഓം നമഃ ശിവായ. ശിവശങ്കരം നാഗഹാര വിഭൂഷിത നടരാജരാജകലേവരം ഭാലലോചനമീശ്വര ഭവതാരകം ഗണനായകം പാർവതി പരിസേവിതം പരമേശ്വരം സതതം ഭജേ ശാശ്വതം ഭയനാശകം ശുഭദായകം സുരപൂജിതം സൂര്യചന്ദ്രവിലോചനം നിടിലാഗ്നിലോചനമീശ്വരം ചന്ദ്രചൂഡജടാധരം വരദായകം മുനിസേവിതം പാർവതി പരിസേവിതം പരമേശ്വരം സതതം ഭജേ കാരണം പരമം പരം കരുണാകരം ശശിഭൂഷണം നീലകണ്ഠമനോഹരം നിഖിലാഘനാശനകാരണം തുംഗശൈലനിവാസിനം ഹിമശൈലതുംഗവിരാജിതം പാർവതി പരിസേവിതം പരമേശ്വരം സതതം ഭജേ പഞ്ചഭൂതവിധായകം വൃഷവാഹനം ത്രിശിഖാവഹം